ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുർക്കി വഴി വൻ സാമ്പത്തിക സഹായം ലഭിക്കുന്നതായി അമേരിക്കൻ കോടതി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ലഭിക്കുന്ന തീവ്രവാദ സംഘടനയിൽ ഒന്നാണ് ഹമാസ് എന്നാണ് ഫോർബ്സ് റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തൽ. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പ്രധാനമായും ഇറാൻ കേന്ദ്രമാക്കിയുള്ളതാണെന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരനായ തുർക്കിയും ഹമാസിന് വൻതോതിൽ സാമ്പത്തിക പിന്തുണ നൽകി വരുന്നതായാണ് പുതിയ കണ്ടെത്തൽ. തുർക്കിയിലെ ഇസ്ലാംബൂൾ കേന്ദ്രമാക്കിയുള്ള കുവൈറ്റ് ടർക്ക് ബാങ്ക് വഴി ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വ്യാപകമായ സാമ്പത്തിക സഹായം വരുന്നതായാണ് ന്യൂയോർക്ക് കോടതിയുടെ കണ്ടെത്തൽ. 2015 വെസ്റ്റ് ബാങ്ക് തീവ്രവാദി ആക്രമണത്തിൽ അമേരിക്കൻ പൗരനും ഭാര്യയും കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി പണം സമാഹരിച്ച് തുർക്കിയിലെ കുവൈറ്റ് ടർക്ക് ബാങ്കിന്റെ നിരവധി അക്കൗണ്ടുകൾ വഴി ഹമാസിന് കൈമാറുകയായിരുന്നു. ബാങ്കിന്റെ അറിവോടെയാണ് പണമിടപാടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ വ്യാപകമായി തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതായി ആരോപണം നിലവിലുണ്ട്. ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനാ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എർദോഗാൻ കഴിഞ്ഞ ദിവസം ഹമാസിനു വേണ്ടി രംഗത്ത് വന്നിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിക്കുന്ന തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ഹമാസ് എന്ന് നേരത്തെ ഫോർബ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിഷ്കളങ്കരായ പലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യകവചമാക്കി ഹമാസ് വ്യാപകമായ പണപ്പിരിവ് നടത്തിവരികയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഈ പണപ്പിരിവാണെന്നാണ് ആരോപണം. റംദാൻ മാസക്കാലത്താണ് വ്യാപകമായ ആക്രമണവും പണപ്പിരിവും നടത്തിവരുന്നത്. ഇത്തവണയും പതിവ് തെറ്റാതെ ആക്രമണം നടത്തിയെങ്കിലും പക്ഷേ ഇസ്രായേലിന്റെ തിരിച്ചടി കൂടുതൽ ശക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.